കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. പുതുക്കാട് മണ്ഡലത്തിൽ കെ.എം. ബാബുരാജ്, ചാലക്കുടി മണ്ഡലത്തിൽ സനീഷ് കുമാർ ജോസഫ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വരുമ്പോൾ ഇപ്പോൾ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പരിചയസമ്പന്നനായ കെ.എം. ബാബുരാജിനെയാണ് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ യു.ഡി.എഫ് നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. കെ.എം. ബാബുരാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. നമുക്കറിയാം, കഴിഞ്ഞ 4 ടേമുകളിലായി 20 വർഷമായി യു.ഡി.എഫിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലം പിടിച്ചെടുക്കുക എന്ന നിയോഗമാണ് കെ.എം. ബാബുരാജ് എന്ന നേതാവിലൂടെ യു.ഡി.എഫ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? വളരെ സന്തോഷമുണ്ട്. കാരണം 1987 ശ്രീ കെ.പി. വിശ്വനാഥൻ ഈ നിയോജകമണ്ഡലത്തിൽ വന്ന് തുടർച്ചയായി 19 കൊല്ലക്കാലം ഇവിടെ MLA ആയി, ജനപ്രതിനിധിയായി, മന്ത്രിയായി ഒക്കെ പ്രവർത്തിച്ചു. പിന്നീട് അങ്ങോട്ട് 20 കൊല്ലക്കാലം LDFിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ജനങ്ങൾ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കുറച്ച് അവ്യക്തതകളും അതുപോലെ തന്നെ കുറച്ച് സമയം നീണ്ടുപോയെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച തീയതിയെ സംബന്ധിച്ച് ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മൾക്ക് മുന്നിലുള്ളതെങ്കിലും എന്നെ സംബന്ധിച്ച് ഈ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 40 വർഷമായി 87 മുതൽ പാർട്ടിയുടെ വിവിധ ഭാരവാഹിത്വം വെച്ചുകൊണ്ട് KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും അതുപോലെ തന്നെ നീണ്ട കാലയളവിൽ പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും 13 കൊല്ലക്കാലം ഈ ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. മാത്രമല്ല പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം പ്രസിഡന്റായി വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്താനും എനിക്ക് സാധിച്ചു. ഇനി നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും എനിക്ക് നേരിട്ട് അറിയാവുന്നതും എല്ലാ പ്രദേശങ്ങളും എനിക്കറിയാവുന്ന പ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഏത് ഭാഗങ്ങളാണ്, ഏത് പ്രദേശങ്ങളാണ് ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ളതൊക്കെ ഒറ്റ പേജിൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മണ്ഡലത്തിൽ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ പരാജയത്തിന് കാരണമെന്ന യു.ഡി.എഫ് പ്രവർത്തകരുടെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ യു.ഡി.എഫ് പ്രവർത്തകരുടെ ഒരു ആവശ്യം, മണ്ഡലത്തിനകത്ത് നിന്നൊരു സ്ഥാനാർത്ഥി വേണമെന്നൊരു ആവശ്യം, അത് പരിഗണിക്കുകയായിരുന്നു നേതൃത്വം. പ്രവർത്തകർ എത്രത്തോളം ആവേശത്തിലാണ്? തീർച്ചയായും ഈ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ 20 കൊല്ലക്കാലമായി ഈ പ്രദേശത്തിന്റെ കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പൊതുജനങ്ങൾ മുഴുവനായും ഇവിടെ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന് ഉള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചില തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ട് മറ്റു പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് 2 തവണകളായി മത്സരിച്ചത്. പക്ഷെ പരാജയം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും ഈ തവണ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മുടെ പാർട്ടി സംഘടനാ തലത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ ഈ നിയോജകമണ്ഡലത്തിൽ താമസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ലഭ്യമാകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് തീർച്ചയായും അത് സാധിച്ചിരിക്കുകയാണ്. നേരിടാനുള്ളത് സിറ്റിംഗ് MLA ആണ് കെ രാമേന്ദ്രൻ. നേരത്തെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. എങ്ങനെയായിരിക്കും പ്രചരണ പ്രവർത്തനങ്ങൾ? പ്രചരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിലെ ജനങ്ങളെ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 40 കൊല്ലക്കാലമായിട്ടുള്ള എൻ്റെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും അറിയുന്ന ആളുകളാണ് ഈ നിയോജകമണ്ഡലത്തിലുള്ള ആളുകൾ. മാത്രമല്ല ഏതൊക്കെ കാര്യങ്ങളിൽ ഈ LDFിന്റെ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാത്ത ഒട്ടേറെ പദ്ധതികളെ സംബന്ധിച്ചുണ്ട്. അത് വിശദമായി പിന്നീട് പറയാവുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാനും അത് ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനി വളരെ കുറച്ച് സമയമാണ്, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഇറങ്ങുകയാണ് പ്രവർത്തകരുടെ ആവേശത്തോടുകൂടി കെ.എം. ബാബുരാജ്. എല്ലാവിധ വിജയാശംസകളും. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.